ഇന്നൊരു അടിപൊളി പാലക്കാടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ചിക്കനും റൈസും കൂടി ഒരുമിച്ച് വേവിക്കുന്ന ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. കുറച്ചല്ല, കുറച്ചധികം തന്നെ ഗരം മസാല വേണ്ടി വരും. ഇതെല്ലാം കൂടി ചിക്കനിൽ നല്ല രീതിക്ക് പുരട്ടി കുറച്ച് അധികം സമയം മാറ്റി വെക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഇത് നമ്മുടെ ബിരിയാണിയിൽ നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ കൊണ്ടുവരും. ചിക്കൻ റെഡിയാക്കുന്നതിന്റെ കൂടെ തന്നെ അരിയും കൂടി കഴുകി വറുത്ത് വെക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അരി കഴുകി വെക്കണം. അടുത്ത സ്റ്റെപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കലാണ്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഇതും കൂടി ആയാലും ബിരിയാണിക്ക് വേണ്ട പ്രിപ്പറേഷൻസ് ആയി. ഇനി ഒരു പാൻ വെക്കുക, അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. 2 സവാള ഇടുക, ഒരു പച്ചമുളക് ചേർക്കാൻ മറക്കല്ലേ. സവാളയെ നല്ല രീതിക്ക് അതിനെ വയറ്റി ഈ ഒരു പരുവാവുന്നവരെ വയറ്റിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി ഇടുക. തക്കാളിയും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർക്കാം. മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നല്ല രീതിക്ക് വയറ്റിയെടുക്കുക. അതിന്റെ പച്ചമണം എല്ലാം പോകണം. എന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യുക. കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യണം. തൈരും ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ കുക്കായി വരുമ്പോഴേക്കും നമ്മൾക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതായത് ബിരിയാണി റൈസ് വേവിക്കാനുള്ള വെള്ളം. അതായത് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. അതാണ് നമ്മുടെ കണക്ക്. ചിക്കൻ വേവിക്കാനുള്ള വെള്ളം വേറെ കരുതണം കേട്ടോ. അരി വേകാനുള്ളതാണ് പറയുന്നത്. അരമണിക്കൂർ കുതിർത്തി വെച്ച അരി. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അതും ചേർത്ത് കുറച്ച് നാരങ്ങ നീരും ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് തിളപ്പിക്കുക. നമ്മൾ ഇന്നൊരു തെർമൽ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന റൈസും എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് അടച്ച് വെക്കുക. അടച്ചു വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾക്ക് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ചേർക്കാം. നെയ്യും കൂടി ചേർത്ത് നല്ല രീതിക്ക് അടച്ച് തെർമൽ കുക്കറിലാക്കി അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡി. ഇനി നമ്മളത് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി റെഡിയാവും. അത്രയേ ഉള്ളൂ ബിരിയാണി ഉണ്ടാക്കുന്ന പണി. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് തെർമൽ കുക്കറിന് ഈ ബിരിയാണി എടുക്കാം. ആ അരിക്ക് അത്രയേ വേവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അത്ര സമയം മതിയാവും. ഇനി കുറച്ച് വൈകി പോയാലും ബിരിയാണിക്ക് കുഴപ്പമൊന്നുമില്ല. പാലക്കാടൻ ബിരിയാണി എന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോ കഴിച്ചു നോക്കാം. ഇത് ബിരിയാണി ആയിട്ടുണ്ടെന്ന് അറിയില്ല. ഏതോ ഒരു ബിരിയാണി ആയിട്ടുണ്ടാവും. എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.